വിദ്യാഭ്യാസ മേഖലയിലെ ഒ.ബി.സി സംവരണം ഏകീകരിക്കണമെന്ന് ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി നാഗഞ്ചേരി ശാഖ വാർഷിക സമ്മേളനം ആവശ്യപ്പെട്ടു. ശാഖ പ്രസിഡന്റ് വി.കെ. ബാലൻ അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന സെക്രട്ടറി പി.കെ. അനിൽ ഉദ്ഘാടനം ചെയ്തു. ഒ.ബി.സി വിഭാഗങ്ങൾക്ക് ഉദ്യോഗ മേഖലയിൽ ലഭിക്കുന്ന 40% സംവരണം വിദ്യാഭ്യാസ മേഖലയിലും അനുവദിച്ച കേരളത്തിൽ സംവരണം ഏകീകരിക്കണമെന്ന് ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി നാഗഞ്ചേരി ശാഖ വാർഷിക സമ്മേളനം പ്രമേയം വഴി കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. നിലവിൽ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും സർവകലാശാലകളിലും പ്രവേശനത്തിന് 20%, ബിരുദ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് 30%, ബിരുദാനന്തര ബിരുദ മെഡിക്കൽ കോഴ്സുകൾക്ക് 27%, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾക്ക് 30%, ഹയർ സെക്കൻഡറി കോഴ്സിന് 28%മാണ് വിദ്യാഭ്യാസ മേഖലയിൽ ഒ.ബി.സി വിഭാഗങ്ങൾക്ക് സംവരണം ലഭിക്കുന്നത്. ഇത് ഏകീകരിച്ച് തൊഴിൽ മേഖലയിൽ ലഭിക്കുന്നത് പോലെ 40%മായി ഉയർത്തണമെന്ന് സമ്മേളനം പ്രമേയത്തിലൂടെ കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ശാഖ പ്രസിഡന്റ് വി.കെ. ബാലൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി പി.കെ. അനിൽ ഉദ്ഘാടനം ചെയ്തു. മരണാനന്തര സഹായ സമിതി വാർഷിക പൊതുയോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റ് എൻ.കെ. അശോകൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് കെ.എൻ. ബോസ് മുഖ്യ പ്രഭാഷണം നടത്തി. യൂണിയൻ ട്രഷറർ പി.കെ. കൃഷ്ണൻ, ദേവസ്വം സെക്രട്ടറി എം.ജി. സജീവ്, ശാഖ സെക്രട്ടറി എം.കെ. രാജൻ, വനിതാ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഓമന രമേശ്, മരണാനന്തര സഹായ സമിതി പ്രസിഡന്റ് വിജി രാജു, സെക്രട്ടറി എസ്.പി. രമേശ്, ശാഖ ജോയിന്റ് സെക്രട്ടറിമാരായ എം.കെ. സജീവ്, എം.എസ്. രഞ്ജു, കുടുംബ യൂണിറ്റ് പ്രസിഡന്റ് ഉഷ രാജൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. തുടർന്ന് കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.